കൂട്ടുകാരെ, നമുക്ക് സൺഡേ സ്പെഷ്യൽ ബിരിയാണി, മട്ടൻ ചുക്ക, ചിക്കൻ 65 ഉണ്ടാക്കാം. വായോ വീഡിയോയിലോട്ട് പോകാം. ആദ്യം മുട്ട ബോയിൽ ചെയ്തെടുക്കാം. പിന്നെ ബിരിയാണിക്ക് ആവശ്യമായ മട്ടൻ കുറച്ച് ഉപ്പും ചേർത്ത് 3 വിസിലടിക്കാൻ വെക്കുക. ഇനി നമുക്ക് അരി 1/2 കിലോ അരി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ വാം വാട്ടറിൽ നന്നായി കഴുകി ചെറിയ വാം വാട്ടറിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഇത് കണ്ടില്ലേ, ഏത് കപ്പാണോ നമ്മൾ കപ്പിൽ അളന്നെടുക്കണം, കാരണം നമുക്ക് വെള്ളത്തിന്റെ അളവ് കറക്റ്റായിട്ട് അറിയണം. ഇനി നമ്മൾ മട്ടൻ ചുക്കയ്ക്ക് വേണ്ടിയിട്ട് മട്ടൻ എടുത്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുളമ്പ് മിളകാപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് കുറച്ച് വെള്ളം. ഗ്രേവി നിറയെ വേണ്ടവർക്ക് നിറയെ വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3-4 വിസിലടിക്കുക. ഈ സമയം നമ്മുടെ ബിരിയാണിക്കുള്ള മട്ടൻ വെന്തുണ്ട്. ബിരിയാണി വെക്കുക. 100 ഗ്രാം സൺഫ്ലവർ ഓയിലും 50 ഗ്രാം നെയ്യും ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കുക. ഇതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു സ്റ്റാർ ഒനിയൻ, കുറച്ച് കൽപ്പാസി, 2 ബിരിയാണി ഇല, ഇതും കൂടി ചേർത്ത് നമ്മൾ എണ്ണയിലിട്ടത് നന്നായി പൊട്ടി വരട്ടെ. ഈ സമയത്തേക്ക് 3 ബിഗ് സവാള, അതായത് കുറച്ച് വലിപ്പമുള്ള സവാള എടുത്തിട്ടുണ്ട്, അത് സ്ലൈസായി അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു കൂടെ വെളുത്തുള്ളിയും വിരലിന്റെ വലിപ്പത്തിലുള്ള 2 പീസ് ഇഞ്ചി എടുത്ത് അരച്ച് പേസ്റ്റ് ആക്കുക. ഇതുപോലെ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ 3 തക്കാളി എടുത്ത് സ്ലൈസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കൈപ്പിടി, കണ്ട ഫുള്ളായിട്ടില്ല, 1/2 കൈപ്പിടി പുതിനവും 1/4 കൈപ്പിടി മല്ലിയിലാവും ചേർത്ത് ചെറുതായി അരിഞ്ഞു കൊടുക്കുക. ഇനി ഈ തക്കാളിയിലേക്കും സവാള വഴണ്ടിലേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി വാടട്ടെ. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് 1/2 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇനി നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 വലിയ ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ മട്ടൻ വേവിച്ചിട്ടുണ്ടല്ലോ, അതിൽ മട്ടൻ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നത് ആ കപ്പ് എടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ആ 1 കപ്പ് അരിക്ക് ഞാൻ 1.5 കപ്പ് മട്ടൻ വേവിച്ച വെള്ളമാണ് ചേർക്കുന്നത്. 1.5 കപ്പ് വെള്ളം. ഇതുപോലെ 1 കപ്പ് ഉണ്ടെങ്കിൽ 1/2 കിലോ അരിയാണ് കേട്ടത്. ഇനി നമ്മുടെ ബിരിയാണിയുടെ മസാലയൊക്കെ നന്നായി തിളച്ച് വരട്ടെ. ഈ സമയം ഉപ്പ് കുറച്ച് മുൻതോക്കം നിൽക്കണം, അപ്പോൾ നിങ്ങളത് നോക്കുക. നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നതിൽ വെള്ളമൊക്കെ വാറ്റി കളയാം. ഇനി നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ട് അപ്പം തന്നെ അതിൽ വെള്ളം കളയാം. ഇനി നമുക്ക് അരി വെള്ളമൊക്കെ കളഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി തിളക്കട്ടെ. തിളച്ച് നമ്മുടെ അരി വെന്ത് ഈ അരി നമുക്ക് കാണുന്ന രീതിയിലായിരിക്കണം. വെള്ളമൊക്കെ വറ്റി അരി നമ്മൾക്ക് കാണുന്ന രീതിയിലായിരിക്കണം. ഈ സമയം ദം ചെയ്യാനുള്ളത് അപ്പുറത്തന്നെ അടുപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് വേണ്ട, ഇതുപോലെ അരി ഫ്രണ്ടിലും നിൽക്കുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമ്മൾ ദം ചെയ്യുക.
സിൽവർ പേപ്പർ വെച്ച് അടച്ച് ഒരു മൂടി വെച്ച് മൂടി തീ നമ്മൾ സിമ്മിലിട്ട്, മീഡിയം ടു സിമ്മിലിട്ട് കുറച്ച് വെള്ളവും അതിന്റെ മേലെ ഇടിക്കല്ലും വെച്ചു. ഇതവിടെ ഇരുന്നാവട്ടെ. ഇനി ചിക്കൻ 65-നുള്ളതിൽ ചിക്കൻ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഒരു മുട്ട, തൈര്, ലെമൺ, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോഴേക്ക് നമുക്ക് മട്ടൻ ചുക്കാവും സാലഡൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ 65ക്കുള്ള മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് വെക്കുക. ഇത് നമ്മൾക്ക് ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് മട്ടൻ ചുക്കയിലെ മട്ടൻ വെന്തിട്ടുണ്ട് കണ്ടില്ലേ, സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെക്കുക. ഇനി ഇതിലോട്ട് 2 പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 സ്റ്റാർ ഒനിയൻ, 1 ബിരിയാണി ഇല, അര ഒരു സ്പൂണ് പെരുംജീരകം, കൽപ്പാസി, നല്ലെണ്ണ ചേർത്ത് കൊടുത്ത് അതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ അതുപോലെ തന്നെ ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഗ്രേവിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. തിളക്കുന്നതിന് മുന്നേ കറിവേപ്പില ചേർത്താലാണ് അതിന്റെ ടേസ്റ്റ് ഒക്കെ അതിൽ ഇറങ്ങുള്ളൂ. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇതിന് വറ്റി കുറുകി നല്ല ഒരുവിധം കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മുടെ ബിരിയാണി ദമ്മായോണ്ടിരിക്കുകയാണ്. കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്ത് നമുക്കിത് കുറച്ച് നേരം കൂടി സെറ്റ് ചെയ്യാൻ വെക്കാം. എന്നല്ലേ, എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്ന് മട്ടൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാം. 2 സവാള അരിഞ്ഞുണ്ട്, അതിലേക്ക് ഉപ്പ്, തൈര്, ഒരു അര ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് പാല്. വെള്ളം ഒഴിക്കണേക്കാളും നല്ലത് പാൽ ഒഴിച്ചാൽ സാലഡിന് ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ചിക്കൻ 65 വറക്കാം. ചിക്കൻ 65 നല്ല എണ്ണയിൽ, തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഈ സമയം നമ്മുടെ ബിരിയാണി 45 മിനിറ്റ് കഴിഞ്ഞു. നമുക്കത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഫ് ചെയ്ത് 5 മിനിറ്റോളം അവിടെ ഇരിക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, നല്ല വെള്ളമൊക്കെ നല്ല ചൂടും കല്ലും നല്ല ചൂടാവും. അതേ സ്റ്റേജിലായിരിക്കണം. ഇനി നമ്മുടെ പാത്രമൊക്കെ നന്നായി കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി ഓപ്പൺ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബിരിയാണി തുറന്നു നോക്കിയാണ്ടല്ലോ, അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അടിപൊളി ടേസ്റ്റുമാണ്. മട്ടൻ ചുക്ക, ബിരിയാണി, ചിക്കൻ 65, മുട്ട, സാലഡ് എല്ലാമേ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പിടി പിടിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു സൺഡേ എൻജോയ് ചെയ്യുക. 1/2 കിലോ ബിരിയാണി ഉണ്ടാക്കാനുള്ള അളവെല്ലാം ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. സൺഡേ ഹോളിഡേ ആണ്. അപ്പൊ എല്ലാവരും വീട്ടിലുള്ളപ്പോ നമുക്ക് ഒരു ബിരിയാണിയും മട്ടൻ ചുക്കാവും ചിക്കൻ 65 വെച്ച് കൊടുത്താൽ അവർക്കും സന്തോഷമാവും. ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്.